പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യേശുനാമത്തിൽ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ഹെബ്രായർ 1:3. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവിടുന്ന് സകലതിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. തൻ്റെ ശക്തിയുടെ വചനത്താലാണ് അവിടുന്ന് സകലതിനെയും താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഏതു മേഖലയിലാണോ എൻ്റെ ദൈവപൈതൽ നീ വീണുപോയത്, എവിടെയാണോ ദൗർബല്യങ്ങളിലൂടെ, കുറവുകളിലൂടെ, പോരായ്മകളിലൂടെ, ബലഹീനതകളിലൂടെ നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ വചനം നിന്നെ താങ്ങി നിർത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മെ കരുതുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളുമെല്ലാം ദൈവസന്നിധിയിലേക്ക് അടിയറ വെച്ച് സമർപ്പിച്ച് ഈ മണിക്കൂറിൽ ഈശോടൊപ്പം ആയിരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയും സ്ലേഹന്മാരും വിശുദ്ധരുമെല്ലാം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോക പ്രശസ്തമായ ഒരു വചന പ്രഘോഷകനാണ് റെയിൻഹാർഡ് ബോങ്കെ. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും റെയിൻഹാർഡ് ബോങ്കയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. ബോങ്കയുടെ വചന പ്രഘോഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ റെയിൻഹാർഡ് ബോങ്കയുടെ വചന പ്രഘോഷണ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം ഒരിക്കല് ബോങ്കെ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. അത് ബോങ്കെ ഇപ്രകാരമാണ് പറഞ്ഞത്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ശുശ്രൂഷ, 4 ദിവസത്തെ ഒരു ബൈബിൾ ക്രൂസേഡ്, അത് കഴിഞ്ഞ് രാത്രിയിൽ തിരികെ തന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ബോങ്കെ. ഒരു വനപ്രദേശത്തൂടെയുള്ള യാത്രയിൽ പെട്ടെന്ന് കുറച്ച് 10, 50, 100 മീറ്റർ മുന്നേ ആയിട്ട് കാറിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നു. അപ്പൊ അങ്ങനെ ആ കറുത്ത വർഗ്ഗക്കാരനായ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ഈ ബോങ്കെ കാറ് നിർത്തി, എന്നിട്ട് ഗ്ലാസ് താത്തിട്ട് ചോദിച്ചു, നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ കാറിന്റെ അടുക്കലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. അങ്ങ് നയിച്ച 4 ദിവസത്തെ ആ ബൈബിൾ ക്രൂസഡിൽ ഞാനും പങ്കെടുത്തിരുന്നു. യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിച്ചു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അങ്ങിൽ നിന്നും പകർന്നു കിട്ടണം. പ്രിയപ്പെട്ടവർ, അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റെയിൻഹാർഡ് ബോങ്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ആത്മാവിന് വേണ്ടി ഏറെ ദാഹമുള്ള ഒരു വ്യക്തിയാണ്, ആത്മാവിന് വേണ്ടി ഏറെ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതെന്ന് മനസ്സിലാക്കി ബോങ്കെ തന്റെ കാറിന്റെ ലൈറ്റുകളെല്ലാം ഓണാക്കി രാത്രിയിൽ. എന്നിട്ട് കാറിൽ നിന്നും പുറത്തിറങ്ങി ആ ചെറുപ്പക്കാരൻ അവിടെ ആ വനപ്രദേശത്തുള്ള വഴിയിൽ മുട്ടുകുത്തി റെയിൻഹാർഡ് ബോങ്കെ അവന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. റെയിൻഹാർഡ് ബോങ്കെ പറയുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ ആ ചെറുപ്പക്കാരൻ നിറഞ്ഞത് റെയിൻഹാർഡ് ബോങ്കയ്ക്ക് മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ചെറുപ്പക്കാരനെ തന്റെ ഗ്രാമത്തിലേക്ക് ബോങ്കെ തിരിച്ചയക്കുകയാണ്. കുറെ അകലെയായിരുന്ന ഗ്രാമത്തിലേക്ക് ആ രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ തനിയെ നടന്ന് ഏകദേശം വെളുപ്പാൻ കാലമായപ്പോൾ അവന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവന്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ ആദ്യം കാണുന്ന കാഴ്ച ഒരു സ്ത്രീ ഏകദേശം 3-4 വയസ്സ് പ്രായമുള്ള തന്റെ മകളെയും എടുത്ത് കരഞ്ഞുകൊണ്ട് അവനെതിരെ നടന്നു വരുന്നതാണ്. അപ്പോൾ അവൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തു പറ്റി സഹോദരി, എന്തിനാണ് കരയുന്നത്? അപ്പോൾ ആ സ്ത്രീ പ്രകാരം പറഞ്ഞു, എനിക്ക് 2 മക്കളായിരുന്നു മോനെ. അതില് മൂത്തയാള് 2 ദിവസം മുന്നേ ഒരു രോഗം വന്നു മരിച്ചു. ഇതിപ്പോ 2ാമത്തെ മകളാണ്, അവളും മരണാസന്നയായിരിക്കുകയാണ്. ഞാൻ അവളെയും എടുത്തുകൊണ്ട് ഒരു വൈദ്യനെ കാണാനായിട്ട് പോവുകയാണ്. ഞാൻ ഏറെ വൈദ്യന്മാരുടെ അടുക്കൽ പോയി, അവൾ ഏറെ മരുന്നുകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൊടുത്തു, അതൊന്നും എൻ്റെ മകളെ സൗഖ്യമാക്കാനായിട്ട് സാധിച്ചില്ല. ഇനി ഒരാളുകൂടെ ഉണ്ട്, ആ ആളും കൂടെ ഉള്ളൂ എൻ്റെ പ്രതീക്ഷ. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതനായിട്ട് ഈ ഡേവിഡ് ചോദിച്ചു, ക്യാൻ ഐ ജസ്റ്റ് പ്രേ ഫോർ യുവർ ഡോട്ടർ? ഞാൻ നിന്റെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, തീർച്ചയായിട്ടും സഹോദരൻ പ്രാർത്ഥിക്കുക. അങ്ങനെ ഡേവിഡ് ആ കുഞ്ഞുമകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ ആ മകൾ തന്റെ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിമുക്തയായി എന്നാണ് ഡേവിഡ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, 3-4 ദിവസമായിട്ട് ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്ന, ഒരു പാല് പോലും കുടിക്കാതിരുന്ന മകൾ പെട്ടെന്ന് തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് കുടിക്കുവാനായിട്ട് പാല് വേണം.
ആ സഹോദരിക്ക് ഭയങ്കര സന്തോഷമായി. തന്റെ മകളെ ഈശോ സുഖപ്പെടുത്തിയെന്ന സഹോദരിക്ക് മനസ്സിലായി. ഡേവിഡിൽ നിന്നും എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ഈ തന്റെ സ്വന്തം മകളെയുമായിട്ട് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് ആ സഹോദരി ഓടിയിട്ട് ഗ്രാമത്തലവനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകൾ മരണാസന്നയായിരുന്നു, എന്നാൽ നമ്മുടെ ഗ്രാമത്തിലുള്ള ഡേവിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവളുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, ഇതാ അവൾ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വാർത്ത കേട്ട് ഗ്രാമത്തലവൻ പെട്ടെന്ന് തന്നെ ഡേവിഡിന്റെ അടുക്കിലേക്ക് വന്നു. ഡേവിഡിനെ വിളിപ്പിച്ചു. ഡേവിഡ് ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഗ്രാമത്തലവൻ ഡേവിഡിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, എനിക്ക് 16 വയസ്സുള്ള ഒരു മകളുണ്ട്. അവൾക്ക് ജന്മന അവളുടെ 2 കാലുകളും ക്രിപ്പിൾഡാണ്, അവൾക്ക് നടക്കാൻ സാധിക്കില്ല. അങ്ങനെ ജന്മന മുടന്തയായ മകൾ ഒരിക്കലും നടന്നിട്ടേ ഇല്ല. എന്നിട്ട് ഡേവിഡിനോട് പറഞ്ഞു, നീ പോയി ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചാൽ ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മാത്രമല്ല, ഈ ഗ്രാമം മുഴുവനും നീ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൽ ഞങ്ങളും വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ ഈ ഗ്രാമത്തലവന്റെ വീട്ടിൽ ആ മകള് കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. ആ മകളുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇപ്രകാരമാണ് റെയ്നാഡ് ബോങ്കെ പറയുന്നത്, ഡേവിഡ് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലുകൾ മുറിഞ്ഞ് കൂടിച്ചേരുന്ന ഒരു ശബ്ദം, ഒരു ക്രാക്കിളിംഗ് സൗണ്ട് ഉണ്ടായി. അതുവരെയും നിവരാതിരുന്ന അവളുടെ 2 കാലുകളും നിവർന്ന് ബലം പ്രാപിച്ചു. അവൾ തന്റെ കാലുകളിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് 16 വർഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് നിന്ന് തന്റെ അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് തന്റെ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ, എനിക്ക് നടക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗ്രാമത്തലവൻ തന്റെ 2 കരങ്ങളും ഉയർത്തി യേശുക്രിസ്തുവിനെ തന്റെ രക്ഷകനും നാഥനുമായി ആ നിമിഷം തന്നെ സ്വീകരിച്ചു എന്നാണ് ഡേവിഡ് പറഞ്ഞതെന്ന് റെയ്നാഡ് ബോങ്കെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ ഗ്രാമത്തലവൻ ഡേവിഡിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, അടുത്ത 10 ദിവസം ഡേവിഡ് ഈ ഗ്രാമത്തിന് വെളിയിൽ പോകരുത്. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ആ ഗ്രാമത്തലവൻ വിളിച്ചുകൂട്ടി 10 ദിവസം യേശുക്രിസ്തുവിനെ കുറിച്ച് ഡേവിഡ് ഈ ഗ്രാമത്തിലുള്ളവരോട് പ്രസംഗിച്ചു. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഗ്രാമത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഗ്രാമം മുഴുവൻ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ്. ബൈബിളിൽ പ്രിയപ്പെട്ടവരെ അനേക സംഭവങ്ങളുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബൈബിളിലെ ഒരു സംഭവമാണ്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ്, ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ സാംസനെ നമ്മൾ കണ്ടുമുട്ടുക. സാംസൺ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ന്യായാധിപൻ. ഒരിക്കല് ഈ സാംസനെ പിടിക്കുവാനായിട്ട് ശത്രുക്കളായിരുന്ന ഫിലിസ്തീര് ഇസ്രായേലിലേക്ക് കടന്നു വന്നു. അങ്ങനെ സാംസനെ കയറുകൊണ്ട് ബന്ധിച്ച് അവരുടെ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ലേഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ഉം 15-ഉം തിരുവചനങ്ങൾ, ഉടനെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സാംസന്റെ മേൽ ആവസിച്ചു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. അവന്റെ ബന്ധനങ്ങൾ അറ്റുവീണു എന്ന് ബൈബിൾ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സാംസൺ നോക്കിയപ്പോൾ നിലത്ത് ആയിടയ്ക്ക് ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് കണ്ടു. അവൻ ആ താടിയെല്ല് കയ്യിലേക്ക് എടുത്തിട്ട് ആ താടിയെല്ല് കൊണ്ട് 1000 ഫിലിസ്ത്യരെ വധിച്ചു എന്ന് 15-ാമത്തെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അവനെ ഉപയോഗിച്ച താടിയെല്ലിൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല അവൻ 1000 ഫിലിസ്ത്യരെ വധിക്കാൻ സാധിച്ചത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ അവൻ നിറഞ്ഞിരുന്നത് കൊണ്ടാണ് 1000 ശത്രുക്കളെ വധിക്കാൻ തക്കവണ്ണം അവനിലേക്ക് ദൈവത്തിന്റെ ശക്തി അന്നത്തെ ദിവസം കടന്നു വന്നത്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും കൂടെ വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ദൗർബല്യങ്ങളിൽ, കുറവുകളിൽ, പോരായ്മകളിൽ, ബലഹീനതകളിൽ, പ്രതിബന്ധങ്ങളിൽ, പ്രതിസന്ധികളിൽ, തടസ്സങ്ങളിൽ, രോഗങ്ങളിൽ, തകർച്ചകളിൽ, കണ്ണുനീരിൽ, വേദനയിൽ അവൻ നമ്മുടെ അസാധ്യങ്ങളെ അവൻ നമുക്ക് സാധ്യമാക്കി തരും. ഹല്ലേലൂയ. ബൈബിളിലെ ഒരു ചെറിയ സംഭവം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ബൈബിളിൽ നമുക്ക് കണ്ടുപിടുന്നത് പഴയ നിയമത്തില് 1 സാമുവേൽ അതിന്റെ 16-ഉം 17-ഉം അധ്യായങ്ങളിലാണ്. അവിടെ സാമുവേൽ പ്രവാചകൻ ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. 1 സാമുവേൽ 16-13 വചനം ഇപ്രകാരം പറയുന്നു, അന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദാവീദിന്റെ മേൽ ആവസിച്ചു. 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽക്കാരോട് പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് എന്നെ നേരിടുക. ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാരുണ്ട്, ആരും മുമ്പോട്ട് വന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരുന്ന ദാവീദ് കയ്യിലൊരു കവണയും തോട്ടിൽ നിന്നെടുത്ത മിനുസമുള്ള 5 കല്ലുകൾ തന്റെ സഞ്ചിയിലിട്ടിട്ട് മുമ്പോട്ട് വരികയാണ് ഗോലിയാത്തിനെ നേരിടാൻ. ഗോലിയാത്തിനെ കുറിച്ച് നമുക്കറിയാം, വലിയ പിച്ചള കൊണ്ടുള്ള തൊപ്പി,
പിച്ചള കൊണ്ടുള്ള വലിയ കവചം, പിച്ചള കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് ആയുധധാരിയായിട്ടാണ് ഈ ഗോലിയാത്ത് കടന്നു വരുന്നത്. അവന്റെ മുമ്പിലേക്ക് വെറും ഒരു കവണയും 5 കല്ലുമായിട്ട് ദാവീദ് കടന്നു ചെല്ലുകയാണ്. നമുക്കറിയാം, ആ ഒരു കല്ലുകൊണ്ട് തന്നെ ഗോലിയാത്തിനെ വീഴ്ത്തി അവനെ വധിച്ചു. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഉപയോഗിച്ച കല്ലിന് എന്തെങ്കിലും മന്ത്രശക്തി ഉള്ളത് കൊണ്ടല്ല, അതിനെന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല ദാവീദ് ഗോലിയാത്തിനെ വധിക്കാനായിട്ട് കാരണമായി മാറിയത്. മറിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താല് ദാവീദ് നിറഞ്ഞതുകൊണ്ടാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ ശക്തിപ്പെടുത്തിയത്, ബലപ്പെടുത്തിയത്, ധൈര്യപ്പെടുത്തിയത്, ശത്രുവിനെ വധിക്കുവാനും ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറാനും. ഹല്ലേലൂയ! അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ നോക്കി പതറിപ്പോകരുതേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് സാധ്യമാക്കി തരും. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ചെറിയൊരു സംഭവം കൂടെ നിങ്ങളോട് പങ്കുവച്ചിട്ട് നമ്മൾ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. അത് 2 രാജാക്കന്മാർ അതിന്റെ 2-ാമത്തെ അധ്യായത്തിലാണ്. 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായത്തിൽ ഏലിയായും എലീഷായും നടന്നു പോവുകയാണ്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള സമയമായി. അപ്പൊ പ്രിയപ്പെട്ടവരെ, എലീഷ ഏലിയായോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ അഭിഷേകത്തിന്റെ, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് അഭിഷേകത്തെ എനിക്ക് വേണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ ഏലിയ ഇപ്രകാരം പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണ് എങ്കിൽ അത് നിനക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അധികം വൈകാതെ തന്നെ സ്വർഗത്തിൽ നിന്നും അഗ്നേയ രഥങ്ങളും അഗ്നേയ അശ്വങ്ങളും കാണപ്പെട്ടു. ഒരു ചുഴലിക്കാറ്റിൽ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് എലീഷ ദർശിച്ചു. ഏലിയായിൽ നിന്നും ഏലിയായുടെ പുതപ്പ്, ഏലിയായുടെ മേലങ്കി താഴേക്ക് പതിച്ചു. അത് എലീഷ സ്വീകരിച്ചു. അങ്ങനെ ഏലിയായിൽ നിന്നും വീണ് കിട്ടിയ പുതപ്പുമായിട്ട് എലീഷ തിരികെ പോവുകയാണ്. അങ്ങനെ പോയപ്പോൾ ഇതാ ജോർദാൻ നദി, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി അക്കരെ കടക്കണം. ഉടനെ എലീഷ ചെയ്തത്, ഏലിയായുടെ പുതപ്പെടുത്തിട്ട് ആ പുതപ്പ് കൊണ്ട് ഈ ജോർദാൻ നദിയിലെ വെള്ളത്തിന്മേൽ ആഞ്ഞടിച്ചിട്ട് എലീഷ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? ഉടനെ ജോർദാൻ നദിയിലെ വെള്ളം ഇരുവശങ്ങളിലേക്കും മാറി. പ്രിയപ്പെട്ടവരെ, അതിന്റെ നടുവിലൂടെ വരണ്ട നിലത്തിലൂടെ എലീഷ അക്കരെ കടന്നു. അക്കരെ ജെറിക്കോയിലെത്തിയപ്പോൾ അവിടെ ഇതാ ഒരു പ്രവാചക ഗണം എലീഷയെ കാത്തിരിക്കുകയാണ്. അങ്ങനെ എലീഷയെ കണ്ടപ്പോൾ അവർ ഇപ്രകാരം പറയുന്നതായിട്ടാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, ഏലിയായുടെ ആത്മാവ് ഇതാ എലീഷയിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏലിയായുടെ പുതപ്പുമായിട്ട് ഇതാ എലീഷ വരുന്നു എന്നല്ല ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഏലിയായുടെ ആത്മാവിനാൽ നിറഞ്ഞ എലീഷ പ്രവാചകൻ ഇതാ വരുന്നു എന്നാണ് അവിടുത്തെ പ്രവാചക ഗണം പറയുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എലീഷയിൽ കുടികൊണ്ടതുകൊണ്ടാണ് അടുത്ത അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ തക്കവണ്ണം എലീഷയെ ആത്മാവ് ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ! ബൈബിളിൽ അനേക സംഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ രോഗത്തിന്റെ അവസ്ഥകളായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിലെ പ്രതിസന്ധികളായിരിക്കാം, പ്രതിബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ചില പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കാം, മദ്യപാനത്തിന്റെ ആസക്തിയായിരിക്കാം, ഏതെങ്കിലുമൊക്കെ പാപബന്ധനങ്ങളിലായിരിക്കാം, ഏതെങ്കിലുമൊക്കെ ദൗർബല്യങ്ങളിലും കുറവുകളിലും പോരായ്മകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളായിരിക്കാം നമ്മുടേത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. നമ്മുടെ കുറവുകളിലേക്കും പോരായ്മകളിലേക്കും ദൗർബല്യങ്ങളിലേക്കും നോക്കിയിരിക്കേണ്ട സമയമല്ല ഇത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ഇന്ന് അസാധ്യമെന്ന് എഴുതി തള്ളിയ മേഖലകളിലേക്കെല്ലാം കടന്നു വരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഉപയോഗിച്ച കല്ലിന്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല ഗോലിയാത്തിനെ വധിക്കാൻ അവന് സാധിച്ചത്. സാംസൺ ഉപയോഗിച്ച ആ താടി എല്ലിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല 1000 ഫിലിസ്തരെ വധിക്കാൻ അവന് സാധിച്ചത്. എലീഷ ഉപയോഗിച്ച ഏലിയായുടെ പുതപ്പിന് എന്തെങ്കിലും മന്ത്രശക്തി ഉള്ളത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ ജോർദാൻ നദിയിലെ വെള്ളം ഇരുവശങ്ങളിലേക്കും മാറിയത്. മറിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ അവരെല്ലാവരും നിറഞ്ഞിരുന്നത് കൊണ്ടാണ് അസാധ്യങ്ങളുടെ മേൽ സാധ്യത അവർക്ക് ദൈവമായ കർത്താവ് കൊടുത്തത്. ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അസാധ്യമെന്ന് നീ എഴുതി തള്ളിയ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങള്, തടസ്സങ്ങള്, രോഗങ്ങള്, തകർച്ചകള്, ആ തകർച്ചകളെയെല്ലാം അതിജീവിക്കുവാൻ, ആ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്ന പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ, ദൗർബല്യങ്ങളെ,
പാപബന്ധനങ്ങളെ, തഴക്ക ദോഷങ്ങളെ അതിജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇന്ന് അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളെ സാധ്യമാക്കി തരാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ